കലോത്സവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു മുഖമുണ്ട്. മലയാള സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ ഒരു കലാകാരൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനം, പ്രിയപ്പെട്ട ഉണ്ണിരാജ്. ഉണ്ണിയേട്ട നമസ്കാരം. ഓക്കെ, ഞാനീ പറഞ്ഞത് മറന്നുകൊണ്ടല്ല, കാരണം കലോത്സവ വേദികളിൽ കഴിഞ്ഞ ഒരു 10-16 വർഷമായിട്ട് മൈം എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ അല്ലേ സ്ഥിരമായിട്ട് സമ്മാനം അടിക്കുക അല്ലേ, അതും കേരളത്തിൻ്റെ പല ഭാഗത്ത് എല്ലാ ജില്ലകളിലും ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരാളാണ് ഉണ്ണിയേട്ടൻ. എനിക്കൊന്നും ഇപ്പോൾ സിനിമയുടെ തിരക്ക് കൊണ്ട് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ടാവും. ഒരു 5 കൊല്ലമായിട്ട് ഞാനിപ്പോൾ കലോത്സവ വേദികളില്ല. പിന്നെ 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി അല്ലേ. 2019 ലാസ്റ്റ് കാഞ്ഞങ്ങാട് ഉണ്ടാകുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിന് മറക്കൂല. അപ്പോൾ അത് ലാസ്റ്റാ. പിന്നെ ഇങ്ങോട്ട് പറ്റുന്നില്ല, അങ്ങനെ തിരക്കല്ല ആയതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്നതാണ്. അല്ല ഉണ്ണിയേട്ടൻ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം നാടകത്തിലായിരുന്നു അല്ലേ? തീർച്ചയായും ശ്രദ്ധ ഉണ്ടായ നാടകത്തിലാണ്. അപ്പം കുട്ടികൾ നാടകം നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ നാടകം പഠിപ്പിക്കലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അതിൽ നിന്നാണ് പെട്ടെന്ന് മൈമിലേക്ക് ചാടിയത് അല്ലേ? ആ ഒരു ചാട്ടം, അതിൻ്റെ കാരണം എന്താ? ചാട്ടം വെച്ചാലേ നാടകം ചെയ്തിട്ട് അത്ര നന്നാവില്ല. ഭയങ്കര സെറ്റപ്പിൽ നാടകം ചെയ്യുമ്പോൾ നമ്മൾ ബെഞ്ചും ഡെസ്കെല്ലാം പറക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ തെറ്റ്. നമുക്ക് ചില സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ചെറിയ പൈസക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ നാടകത്തെ കുറച്ച് അതിൻ്റെ സെറ്റും കാര്യങ്ങളും കുറച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നാടകം പുറത്തെല്ലാം പോയിനി. അപ്പോൾ മൈമിന് ഞാൻ വെച്ച് എന്തെങ്കിലും ശ്രദ്ധ കണ്ടെത്താറ് ഞാൻ വ്യത്യാസം വരുത്തിച്ചു. അത് സാധാരണ നമ്മളെ മൈം എന്ന് പറയുന്നത് ഈ വെറും ആൾക്കാരെ വെച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കുകൾ ഉണ്ടാക്കി, ഓരോ പുതിയ പുതിയ വർക്കുകൾ അല്ലെങ്കിൽ JCB വരുന്നത് അല്ലെങ്കിൽ പ്രസവിക്കുന്നത്, അങ്ങനെ പുതിയ പുതിയ രീതികൾ 25 കൊല്ലം മുമ്പേ കൊണ്ടുവന്നപ്പോൾ അത് മാറ്റം വന്നു. അപ്പം ആൾക്കാർക്ക് സാധാരണ മൈമ അങ്ങനെ പ്രേക്ഷകരും കാണാൻ നിൽക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. കാരണം പ്ലെയിനായിട്ട്. അപ്പോൾ ഇത് സ്റ്റൈല് കാണുമ്പോൾ ആൾക്കാർ കൂടി. അതിനങ്ങനെ 2000-ൽ ഞാൻ പിന്നെ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പരിപാടിക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടായിരുന്നു. അവിടെ അങ്ങോട്ട് എല്ലാ സമ്മാനം മൈം എല്ലാ കൊല്ലം സമ്മാനം കിട്ടാത്ത ഒറ്റ ഏതാണ്ട് ഒരു 10-16 വർഷം അടുപ്പിച്ച് 20 കൊല്ലം. 2019 വരെ എനിക്ക് മൈമുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് അടക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് 2000-2019 വരെ 20 വർഷമായി. 20 വർഷം തുടർച്ചയായിട്ട് മൈം സമ്മാനം മേടിച്ചിട്ടുണ്ട്. അല്ലേ? ഈ ഒരു മാറ്റം പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉണ്ണി എന്ന് പറയുന്നത്, ഉണ്ണിരാജ് എന്ന് പറയുന്നൊരു വ്യക്തി അതായത് ഈ ഒരു സെലിബ്രിറ്റി എന്നുള്ള മറിമായത്തിൽ വന്നു ആൾക്കാർ അറിയാൻ തുടങ്ങുന്ന സിനിമയിലേക്ക് വരുന്നു. അപ്പം ഏറെ പരിചിതമായ ഒരു മുഖമായി. ഈ പരിചിതമാകുന്ന ഒരു മുഖത്തിന് മുന്നേ തന്നെ ഈ കലോത്സവ വേദികളുണ്ട്. അപ്പം അന്നും കലോത്സവ വേദികളുണ്ട്, ഇന്നും കലോത്സവ വേദികളുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ആ ഒരു വ്യത്യാസം ഇപ്പം അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നല്ല ചോദ്യം അത്. അടിപൊളി. ഇതൊരാ ചോദിച്ചിട്ടാ അത് കറക്റ്റ് അത് ഭയങ്കര ഫീലാ. അത് ശരിക്കും ആത്മാർത്ഥയുടെ ചോദ്യമാണ് അല്ലേ? എന്നെ അറിയുന്നുണ്ട് കൂടുതൽ അല്ലേ? അത് ഭയങ്കര സംഭവം, അത് സത്യം ഭയങ്കര ഫീലാണ്. എനിക്ക് ഇഷ്ടം കലോത്സവം. എന്ത് പറഞ്ഞാലും ഞാൻ 28 കൊല്ലം യാത്ര ചെയ്ത് അല്ലെങ്കിൽ കലോത്സവത്തിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ഇതിലാണ് ഇതിങ്ങനെ യാത്ര ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ ചില കലോത്സവം കാണുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ അല്ല ഉദ്ദേശിച്ചത്, അതൊന്നും നമുക്ക് ഫീലാണത്. ഭയങ്കര നല്ല ഫീലുണ്ട്. കാരണം അത് ഭയങ്കര ഫീൽ തന്നെയാണ്. ഇപ്പോൾ ഈടെയെല്ലാം നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ പിള്ളേരെ കൊണ്ട് അതിൽ നടക്കുന്നതാണ് അല്ലെങ്കിൽ മത്സരവേദി. അന്ന് ഞാൻ ഉണ്ണിയേട്ടൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ഉറങ്ങിക്കിടന്നിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ? അതെ, തീർച്ചയായും. ബെഞ്ചെല്ലാം അടുക്കി വെച്ചിട്ട് ആടെ തന്നെ കിടക്കല്. ഒരു സ്കൂളിൽ ഒരു റൂം പോലും തരില്ല. മര്യാദക്ക് അടച്ചുറപ്പിന് റൂം ഉണ്ടാവുകടാ, ഏത് താക്കോലിട്ടെ. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ കാണുമ്പോൾ എന്തൊക്കെ എടുത്ത് പോകട്ടെ വിചാരിച്ചിട്ട് പറയില്ല. ആടെ സത്യം ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ബെഞ്ചും ഡെസ്കെല്ലാം പറക്കി വെച്ചിട്ട് പാലക്കാടിൽ ഒരു സ്കൂളിൽ കിടന്ന് ഇപ്പോൾ മാർക്കും അവിടെ കാറ്റുണ്ട്. പാലക്കാട് കാറ്റ് പറയും ഭയങ്കര. അപ്പോൾ തപ്പൊന്നും കൊണ്ടുപോകുമോ? മുണ്ടും നമ്മളല്ലേ. അപ്പോൾ ആടെ കിടക്കും രാവിലെ വിറച്ചിട്ട്. ആടത്തെ സ്കൂളിൽ ഇങ്ങനത്തെ ബാത്റൂം ഉണ്ടാവില്ല. അവർ കുട്ടികൾ പോകുന്നത് ആടെ പോയിട്ട് കുളിക്കാൻ പറയും. കുളിച്ചോ പറയും അവർ. ആടെ കുളിച്ച് പോയിട്ട് വീണ്ടും പഠിപ്പിക്കും. സമ്മാനം ജില്ല അല്ലെങ്കിൽ സബ് ജില്ല സ്റ്റേറ്റിൽ വരുമ്പോൾ ആടെ കിടന്നോ മോശമില്ല പറയും. പിറ്റേത്തെ കൊല്ലം കാണാൻ വൃത്തിപരല്ല അടച്ചുറപ്പല്ല റൂമായിരുന്നു. അതേതായാലും ഒരു വലിയ സന്തോഷം തന്നെ. കാരണം മാത്രമല്ല ഉണ്ണിയേട്ടൻ്റെ മേഖല എന്ന് പറയുന്നത് അത് കാസർഗോഡ് ജില്ലയിലെ ആദ്യകാല മിമിക്രി കലാകാരനാണ്. ഒരുപാട് വേദികൾ മിമിക്രി ചെയ്തു. അതിനുശേഷം മൈമ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം തൻ്റെതായ ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനകത്ത് ഒട്ടുമിക്ക ജില്ലകളിൽ അല്ലേ എല്ലാ ജില്ലകളിലും മൈമിൽ ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ട്. അപ്പോൾ ഏതായാലും ഈ തിരക്കിലിടയിലും ഇങ്ങനെ വന്ന് കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമ വിശേഷം ഇതൊക്കെയാണ്. അതെ, പുതിയ ഈ എന്നാഗ്ഡേൻ്റെ ഒരു പുതിയ ചിത്രത്തിൽ തിങ്കളാഴ്ച നിശ്ചയം ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു മുടി വേണ്ടാതെ പറഞ്ഞു. അപ്പോൾ പിന്നെ നല്ലൊരു കഥാപാത്രമാണ് ചെയ്യാൻ പറ്റിയത്. ചെയ്തത് എങ്ങനെയെന്ന് നിനക്കറിയില്ല. അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു നല്ല വേഷമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചില വേഷം. അപ്പോൾ ഞാൻ മുടി മുറിച്ചു. അപ്പോൾ അങ്ങനെ ആ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ മരണമാസം ടോവിനോ പ്രൊഡക്ഷൻസ് ഒരു പടം, അത് നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അത് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇപ്പം പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഇവിടെ സജീവമായിട്ടുണ്ട്. ഓക്കെ അല്ലേ?